ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ തന്നെ പതിപോലെ ഒരുങ്ങി ഞാൻ കോളേജിലോട്ട് പോവുകയാണ്. എന്താണെന്നറിയില്ല എന്നും ഞാൻ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവും ഗൈസ്. അങ്ങനെ കോളേജിലെത്തി. ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് പറയുന്നത് ഈ പടിയെല്ലാം താണ്ടി ഞാനങ്ങ് മുകളിലെത്തുന്നതാണ്. മുകളിൽ ക്ലാസ്സിലോട്ട് എത്തിയപ്പോൾ എല്ലാവരും കാര്യമായി എന്തോ ചർച്ചയിലാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇത് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ക്യൂട്ട്നെസ് ഇരുന്ന നമ്മുടെ ദിൽസ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ റൂബി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇരുന്ന് കാണുമായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനും കൂടി അവരെ കൂടെ ചർച്ചയ്ക്ക് കാര്യം വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ ഫ്രഷേഴ്സ് ആണ്. സോ അതിന്റെ ചർച്ചയാണിത്. നമ്മുടെ പുതിയ പിള്ളേരൊക്കെ വന്നല്ലേ, അപ്പൊ അവർക്ക് ഫ്രഷേഴ്സ് കൊടുക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ കുറച്ച് ടാസ്കും ചലഞ്ചസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്കാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും ഫയാസ് അവർക്ക് വേണ്ടിയുള്ള ലോലിപോപ്പും സംഭവങ്ങളും ലേസും കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോഴാണ് ഗൈസ് ഞങ്ങളുടെ ജൂനിയേഴ്സിനെ കണ്ടത്. ഇതൊക്കെയാണ് നമ്മുടെ ബികോമിൻ്റെ ജൂനിയേഴ്സ്. പിന്നെ ഞങ്ങളെല്ലാവരും നേരെ സെമിനാർ ഹാളിലോട്ട് പോയി. അവിടെ വെച്ചാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഇവിടെ കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡിയാക്കിയിട്ട് വേണം നമ്മളെ ജൂനിയേഴ്സിനെ ഇങ്ങോട്ട് വിളിക്കാൻ. ഇതാണ് ഗൈസ് നമ്മുടെ പോസ്റ്റർ. വെറൈറ്റി അല്ലേ? അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ജൂനിയേഴ്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാം തുടങ്ങണം. അങ്ങനെ ആദ്യം തന്നെ അവർ എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ടാസ്ക് അല്ലെങ്കിൽ ചലഞ്ച് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പോയി ആദ്യത്തെ ചലഞ്ച് പറഞ്ഞു കൊടുത്തു. വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെ, എല്ലാവരും ഇറക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ. നമ്മളൊരു വേർഡ് പറയും, അത് കണക്ട് ചെയ്ത് അടുത്ത വേർഡ് പറഞ്ഞ് ഓരോരുത്തർ ഓരോ വേർഡ് പറഞ്ഞ് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുക. അത് തന്നെ സംഭവം. അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും മൈക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഓരോരുത്തർ ഓരോ വേർഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെ അടുത്ത് മൈക്കൊന്നും എത്തിയില്ല. അതിനു മുമ്പ് ആ കഥയിലെ ആളെ അവരെല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് കൊന്നു ഗൈസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോസൽ ചലഞ്ച് ആയിരുന്നു. ഇനി ഒരുപാട് ടാസ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.